വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിന്റെ ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്ന പോയമാണ്. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഷേക്സ്പിയറിന്റെ സൊണറ്റ് 18 തന്നെയാണ് ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്ന പേരിലും അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് സൊണറ്റ് 18 എന്നത്. പ്രിയപ്പെട്ടവരുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുകയും സമ്മർ ഡേയുമായി കമ്പയർ ചെയ്യുകയുമാണ് ഈ കവിതയിലൂടെ ഷേക്സ്പിയർ. സൊണറ്റ് 18 3 ക്വാഡ്രൻസും അതുപോലെ 1 കപ്ലെറ്റുമായി തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് ഇനി ഓരോ ലൈൻസും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഒരു ചോദ്യത്തോടെയാണ് സൊണറ്റ് 18 ഷേക്സ്പിയർ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവളെ വേനൽക്കാലവുമായി താരതമ്യം ചെയ്യുകയാണോ വേണ്ടതെന്ന ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത്. അവൾ വേനൽക്കാലത്തേക്കാൾ നല്ലതും ശാന്തവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വേനൽക്കാലം മനോഹരമായേക്കാം, അതേസമയം അൺപ്രെഡിക്റ്റബിളും കുറച്ചു സമയം മാത്രം നിലനിൽക്കുന്നതുമാണ്. മെയ് മാസത്തിലെ പുഷ്പങ്ങളെ റഫ് വിൻഡ് കുലുക്കിയേക്കാം, പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. ഇനി സെക്കൻഡ് ക്വാർട്ടറിനിൽ വേനൽക്കാലത്തിന്റെ ഇംപെർഫെക്ഷനെയാണ് കവി ചൂണ്ടിക്കാട്ടുന്നത്. ഐ ഓഫ് ഹെവൻ, അതായത് സൂര്യൻ വേനലിൽ അതികഠിനമായി പ്രകാശിച്ചേക്കാം, പക്ഷെ മറ്റു കാലാവസ്ഥകളിൽ മേഘം മൂലം മങ്ങുകയും ചെയ്യുന്നു. പ്രകൃതിയിലെ മനോഹര സൃഷ്ടികൾക്ക് കാലക്രമേണ അവയുടെ മനോഹാരിത നഷ്ടപ്പെടുന്നു. ഈ വരികളിലൂടെയെല്ലാം ശാരീരിക സൗന്ദര്യത്തിന്റെയും പ്രകൃതിയുടെയും താത്കാലികതയെ ഏറ്റവും നല്ല രീതിക്ക് തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വാർട്ടറിനിലൂടെ കവി തന്റെ കാമുകിക്ക് ഒരു ഉറപ്പ് നൽകുകയാണ്. അവളുടെ സൗന്ദര്യം എറ്റേണൽ ആണ്, അതായത് ഒരു കോട്ടവും തട്ടാതെ എന്നും നിലനിൽക്കുമെന്ന ഉറപ്പ്. അവളുടെ സൗന്ദര്യം വേനൽക്കാലം പോലെ മങ്ങിമറയുന്നതല്ല. മരണത്തിന് പോലും അവളുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ കവിതയിലെ ഓരോ വരികളിലൂടെയും അവളുടെ സൗന്ദര്യവും ഭാവനയും എന്നും ജീവിക്കുമെന്നാണ് ഷേക്സ്പിയർ തന്റെ കാമുകിക്ക് നൽകുന്ന ഉറപ്പ്. ഈ 4 വരികളിലൂടെ ഓർമ്മകൾക്ക് സമയത്തെ അതിജീവിക്കാനാകുമെന്ന കവിയുടെ വിശ്വാസത്തെയാണ് തുറന്നു കാട്ടുന്നത്. ഇനി അവസാനത്തെ കപ്ലറ്റിൽ കവിതയുടെ എറ്റേണൽ പവറിനെ കുറിച്ച് വിശദമാക്കുന്നു. ഈ കവിത മനുഷ്യർ വായിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം പ്രിയപ്പെട്ടവളുടെ ഓർമ്മയും സൗന്ദര്യവും നിലനിൽക്കുമെന്ന് ആവർത്തിക്കുകയാണ് ഷേക്സ്പിയർ. അവളുടെ എറ്റേണൽ ബ്യൂട്ടി നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ഈ കവിത ഒരു മോണുമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഷേക്സ്പിയർ തന്റെ കവിത അവസാനിപ്പിക്കുന്നത്. സോ ഇൻ നട്ട്ഷെൽ, ഈ സൊണറ്റ് 18 സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കലയുടെയും എറ്റേണൽ ബ്യൂട്ടിയെ വർണ്ണിക്കുകയാണ് ഷേക്സ്പിയർ ചെയ്യുന്നത്. കവിതയ്ക്ക് സമയത്തെ പോലും പിറകിലാക്കാൻ സാധിക്കുമെന്നാണ് ഷേക്സ്പിയർ അവകാശപ്പെടുന്നത്. തന്റെ ഫീലിംഗ്സ് വ്യക്തമാക്കുന്നതോടൊപ്പം കലയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഇമ്പോർട്ടൻസും ഷേക്സ്പിയർ വ്യക്തമാക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഈ കവിതയിലെ കീ തീംസ് എന്താന്ന് നോക്കാം. There are mainly 3 themes. The first one is the transience of beauty and nature, and the second one is the immortality through art, and the third one is the power of love and admiration. So ഇത് മൂന്നുമാണ് സൊണറ്റ് 18 ഇമ്പോർട്ടന്റ് തീംസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഷേക്സ്പിയറിന്റെ ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ അഥവാ സൊണറ്റ് 18 കുറിച്ചിട്ട് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. So now it's time to wind up today's video. If you have any doubts, please let me know. If you like my videos, please do subscribe, support, and thank you for watching.